പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത് വേദഗ്രന്ഥങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെ മറച്ചു പിടിക്കുകയും ആളുകളെ അവ്യക്തതയിൽ, അന്ധകാരങ്ങളിൽ ഉഴലാൻ വിടുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിനുള്ള അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെക്കുറിച്ചാണ്. തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ഇത്തരം പാപകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 4 അപകട അറിയിപ്പുകൾ, അപായ അറിയിപ്പുകൾ, അതാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. മയ കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, അവർക്ക് അവരുടെ വയറുകളിലേക്ക് നരകത്തീ തിന്ന് നിറക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയുമില്ല. അതിൻ്റെ ഉദ്ദേശം പറഞ്ഞു. അതിനർത്ഥം അവരെ ചോദ്യം ചെയ്യുകയോ അവരെ വിചാരണക്കെടുക്കാതിരിക്കുകയോ ഒന്നുമല്ല. പ്രത്യുത ആദരപൂർവ്വം, ബഹുമാനപൂർവ്വം സ്വാഗതമോദി നന്മ നേർന്നുകൊണ്ടുള്ള ദയാപൂർണമായ സംസാരം ഉണ്ടാവുകയില്ല എന്ന ഉദ്ദേശമാണ്. അതേപോലെ വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയില്ല, അവരെ വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ അവരുടെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കുകയോ ചെയ്യാതെ ഉള്ള ശിക്ഷ ഉദ്ദേശമാണെന്ന് പറഞ്ഞു. പിന്നെ വലഹും അദാബുൻ അലീം, അവർക്ക് നോവേറ്റുന്ന അദാബും ഉണ്ടായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 4ാമത് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ് വന്നത്. അദാബ് അള്ളാഹുവിൽ നിന്ന് 2 ഉണ്ട്. ഒന്ന് ജിസ്മാനി എന്ന് പറയും, ശാരീരികമായുള്ളത്. രണ്ടാമത്തേത് നഫ്സാനിയാണ്, നഫ്സിയാണ്, മാനസികമായുള്ളതാണ്. 2 ശിക്ഷയും ഇത്തരക്കാർ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ ജിസ്മാനിയായ അദാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞില്ലേ, കുല്ലമ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, തൊലി അവരുടേത് കത്തിത്തീരുമ്പോഴെല്ലാം, കത്തി വേകുമ്പോഴെല്ലാം അള്ളാഹു അവർക്ക് പകരം തൊലികൾ നൽകുമെന്നാണ്. ലിയദൂഖുൽ അദാബ്, അദാബ് അവർ ആസ്വദിക്കുന്നതിന് വേണ്ടി. വസുഖൂ മാഅൻ ഹമീമ ഫഖത്തഅ അംആഅഹും, ചുടുവെള്ളം അവർ കുടിപ്പിക്കപ്പെടും, അത് അവരുടെ കുടലുകളെ മുറിച്ച് കളയും. യുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം, അവരുടെ തലക്ക് മുകളിൽ ചുടുവെള്ളം ഒഴിക്കപ്പെടും. യസ്ഹറു മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അതവരുടെ വയറുകളിലുള്ളതിനെ ഉരുക്കിക്കളയും, അവരുടെ തൊലികളെയും. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ദണ്ടുകൾ അവരെ ശിക്ഷിക്കുവാൻ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ. ഇങ്ങനെയുള്ള ജിസ്മാനിയായ, ശാരീരികമായ അദാബുകൾ, അതേപോലെ മാനസികമായിട്ടുള്ള അദാബുകളും അവരോട് പറയൂല്ലേ, ദൂഖു അദാബൽ ഹരീഖ്, കരിയുന്ന ശിക്ഷയെ നിങ്ങൾ ആസ്വദിക്കുക എന്ന്. ഇഖ്സഉ ഫീഹ വലാ തുകല്ലിമൂൻ, നരകത്തിൽ പതിതമായി കഴിയുക, നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന്. ഇങ്ങനെ ഹാദാ മാ കനസ്തും ലി അൻഫുസികും ഫദൂഖു മാ കുൻതും തക്നിസൂൻ, നിങ്ങൾക്കായി സമ്പാദിച്ചതാണ്, ശേഖരിച്ചതാണ് നിങ്ങൾ തന്നെ ഇത്, അത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നൊക്കെ പറയും. ഇങ്ങനെ മാനസികമായ ശിക്ഷകൾ, ശാരീരികമായ ശിക്ഷകൾ, ഇതൊക്കെയാണ് പാരത്രിക ലോകത്തെ ശിക്ഷയുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഹും അദാബുൻ അലീം, നോവേറ്റുന്ന അദാബ് മാനസികമായി, ശാരീരികമായി അവർക്കുണ്ടായിരിക്കുമെന്നുള്ള അത്യന്തം അപകടകരമായ അവസ്ഥകളെയാണ് ഇത്തരം ക്രൂരതകൾ ചെയ്യുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് പൗരോഹിത്യത്തിന് പടച്ച റബ്ബിൽ നിന്നുള്ള അറിയിപ്പ്. അതാണ് ഈ വചനങ്ങൾ അറിയിക്കുന്നത്. ഈ വചനങ്ങളുടെ അർത്ഥവും ആശയവും ഇത് മൊത്തത്തിൽ മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഈ വചനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ചില വിഷയങ്ങളും വിധികളും മനസ്സിലാക്കാനുണ്ട്. ഒപ്പം അനിവാര്യമായും അറിയേണ്ട ചില ചരിത്രങ്ങളുമുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് ഇവിടെ മനസ്സിലാക്കുവാനുള്ളത്. ആയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്
വയഷ്തറൂന ബിഹി സമനൻ ഖലീല എന്നത് മനസ്സിലാക്കി പോയല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെ കിതാബിൽ പൂഴ്ത്തുന്ന മൂടി വെക്കുന്ന ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബിൽ അവതരിപ്പിച്ചത് പൂഴ്ത്താനും അതിനെ മൂടി വെക്കാനും ഉള്ളതല്ല, പിന്നെയോ അത് വ്യക്തമാക്കാനും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാനും പ്രചരിപ്പിക്കുവാനും ഉള്ളതാണ്. വിശിഷ്യ അത് പറയേണ്ട, പ്രചരിപ്പിക്കേണ്ട സന്ദർഭം സംജാതമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന യാഥാർത്ഥ്യം ഉദയം കൊണ്ടു. വിശുദ്ധ മദീനയിൽ ആഗതമായി തൗറാത്തിൽ വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ചില വിധികളും വിവരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അനുയായികളോട് അത് അറിയിക്കുക എന്നുള്ളത് അവരുടെ മേൽ ബാധ്യതയായി. അവർ അനുയായികളോട് പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഷയമാണ് തിരുനിയോഗം. പക്ഷേ അത് വ്യക്തമാക്കേണ്ട സമയം വന്നപ്പോൾ അവർ മൂടി വെക്കുകയും പൂഴ്ത്തു വെക്കുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ്. അതും തുച്ഛമായ ഭൗതിക ലാഭം കൊണ്ടുകൊണ്ട് ലിസാനുൽ ഹാൽ, ലിസാനുൽ മഖാൽ, ജീവിച്ചും അതേപോലെ പറഞ്ഞും സത്യം വ്യക്തമാക്കുക എന്നുള്ളതാണ് വിശിഷ്യ പണ്ഡിത ധർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതിച്ചും സത്യപ്പെടുത്തിയും അവർ ലിസാനുൽ ഹാൽ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ മേൽ ബാധ്യതയായത് തെളിയിക്കേണ്ടിയിരുന്നു. അതവർ ചെയ്തില്ല പലരും. പിന്നെ ലിസാനുൽ മഖാൽ പറഞ്ഞുകൊണ്ട് ആളുകളിൽ പ്രചരണം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കാനും സമ്മതിക്കാനും സത്യപ്പെടുത്താനും അവർ പറയേണ്ടിയിരുന്നു, പ്രചരിപ്പിക്കേണ്ടിയിരുന്നു, ക്ഷണിക്കേണ്ടിയിരുന്നു. പലരും അതും ചെയ്യുകയുണ്ടായില്ല. തങ്ങൾക്കറിവുള്ള കാര്യങ്ങളെല്ലാം അവർ പൂഴ്ത്തി തമസ്കരിച്ചു. വയഷ്തറൂന ബിഹി സമനൻ ഖലീല എന്നാണ് ഇവിടെ. ഈ സമനൻ ഖലീല നമ്മൾ മനസ്സിലാക്കി പോയതാണ്. ആളുകളിൽ നിന്നുള്ള കാണിക്കകൾ, നേർച്ചകൾ, അതേപോലെ തന്നെ ആളുകളിൽ നിന്നുള്ള പാരിതോഷികങ്ങൾ. അന്നത്തെ മദീനയുടെ സാഹചര്യത്തിൽ കൈക്കൂലി ഒരു പ്രധാന വിഷയമാണ്. അതുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു പോയി. ഇതൊക്കെ പുരോഹിതന്മാർക്കൊള്ളുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന സത്യത്തെ തമസ്കരിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ പ്രയോഗം നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. വലാ തശ്തറൂ ബി ആയാതി സമനൻ ഖലീല ലിയശ്തറൂ ബിഹി സമനൻ ഖലീല എന്നിങ്ങനെയൊക്കെ. വേറെയും വിശുദ്ധ വചനങ്ങളിൽ ഈ ഒരു പ്രയോഗം വന്നത് നമ്മൾ വായിക്കും. ഇന്നല്ലദീന യശ്തറൂന ബി അഹ്ദില്ലാഹി വ അയ്മാനിഹിം സമനൻ ഖലീല ഫയുഖ്സിമാനി ബില്ലാഹി ഇൻ ഇർതബ്തും ലാ നശ്തരി ബിഹി സമനൻ ഖലീല ഇശ്തറൂ ബി ആയാതില്ലാഹി സമനൻ ഖലീലൻ ഫസദ്ദു അൻ സബീലിഹി. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങൾ ഈ പ്രയോഗമുള്ളത് നമ്മൾ വായിക്കും. വിശുദ്ധ ഖുർആൻ ആദ്യാന്തം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നത്? അതിൻ്റെ പൊരുൾ, ഈ പണി ചെയ്യുന്ന ആളുകൾ ഏറ്റവും ഉത്തമമായത്, ഉത്കൃഷ്ടമായത്, തങ്ങൾക്ക് രക്ഷയായത്, വലിയത് അതിനെ പണയപ്പെടുത്തിയും നഷ്ടപ്പെടുത്തിയുമാണ് തുച്ഛമായത് കൊള്ളുകയും നേടുകയും ചെയ്യുന്നത്. ഈ ക്രൂരത ചെയ്യുന്നവരുടെ ശിക്ഷ നമ്മൾ മനസ്സിലാക്കി. 4 എണ്ണം. ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ എന്ന് തുടങ്ങി 4 എണ്ണം. ഇവർക്ക് നഷ്ടപ്പെടുത്തുന്നത് ഇതിലൂടെ അവരുടെ പാരത്രിക വിജയവും രക്ഷയുമാണ്. ഇഹലോകത്ത് അവർക്ക് ഏറ്റവും സാർത്ഥവും സുപ്രധാനവുമാകേണ്ട ആദർശവും ധർമ്മ ജീവിതവുമാണ്. യഥാർത്ഥത്തിൽ അവർ വിറ്റ് വാങ്ങുന്ന ഈ തുച്ഛമായ വില അവർ ഏതൊന്നിനെയാണോ തങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത് അതിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ സമനം ഖലീല, തുച്ഛമായ, നിസ്സാരമായ, നിഷിദ്ധമായ, ഒന്നിനും തൂക്കമൊക്കാത്ത വില എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതിൻ്റെ
പൊരുൾ നമുക്ക് വ്യക്തമാകും. പരലോകം തങ്ങൾക്ക് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പരലോകവും ഇഹലോകവും, ഭൗതികത മുഴുവൻ പരലോകവുമായി തട്ടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ഭൗതിക വിഭവങ്ങൾ അത് ആസകലം, ആഖിറത്തിൽ അത് വളരെ കുറച്ചാണ്. ഇല്ലാ ഖലീൽ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഈ ദുനിയാവിൽ ഏറ്റവും സുഖിയനായൊരു വ്യക്തി, ഭൗതികത എല്ലാ അളവിലും തികവിലും സ്വന്തമാക്കിയൊരു വ്യക്തി, അവൻ പരലോകത്ത് നരകാർഹനായി വരുമ്പോൾ അവനെ നരകത്തിലൊന്ന് മുക്കിയെടുക്കാൻ പറയും. അങ്ങനെ അവന് നരകത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഹൽ റഅയ്ത ഖൈറൻ ഖത്ത്, ഹൽ മർറ ബിക ഖൈറൻ ഖത്ത്, നഈമുൻ ഖത്ത് എന്ന് ചോദിക്കുമെന്നാണ്. നീ വല്ല നന്മയും കണ്ടിട്ടുണ്ടായിരുന്നോ? ഹൽ മർറ ബിക നഈമുൻ ഖത്ത്, നിനക്ക് വല്ല അനുഗ്രഹവും ഉണ്ടായിരുന്നോ? നിന്നിലൂടെ കടന്നു പോയിട്ടുണ്ടോ വല്ല അനുഗ്രഹവും എന്നൊക്കെ ചോദിക്കുമ്പോൾ ലാ വല്ലാഹി യാ റബ്ബ് മാ റഅയ്തു ഖൈറൻ ഖത്ത് വലാ ഖുർറതു ഐനിൻ ഖത്ത് എന്നൊക്കെ അയാൾ പറയുമെന്നാണ്. എന്നിലൂടെ ഞാൻ ഒരു നന്മയും കണ്ടിട്ടില്ല, കൺകുളിർക്കുന്ന ഒരു സുഖവും ഞാൻ അനുഭവിച്ചിരുന്നില്ല എന്ന് പറയുമെന്നാണ്. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സുഖലോലുപനെ പരലോകത്തെത്തി നരകത്തിലൊന്ന് മുക്കിയാൽ അയാളുടെ പ്രതികരണമാണത്. ഇതേപോലെ ഈ ഭൗതികതയിൽ ഏറ്റവും പരീക്ഷണം, കഷ്ടത അനുഭവിച്ചിരുന്നൊരു വ്യക്തി, സുഖം എന്തെന്ന് അറിയാത്ത, അത് തൊട്ടു തീണ്ടാത്ത ഒരു വ്യക്തി അയാളെ സ്വർഗത്തിലൊന്ന് മുക്കാൻ പറയുമെന്നാണ്. എന്നിട്ട് അയാളോട് ചോദിക്കും, ഹൽ റഅയ്ത ബുഅ്സൻ ഖത്ത്, ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്ത്, നിനക്ക് വല്ല ക്ലേശവും ജീവിത പ്രാരാബ്ധവും നീ അനുഭവിച്ചിട്ടുണ്ടോ? വല്ല ഞെരുക്കവും പ്രയാസവും നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ സ്വർഗത്തിൽ ഒന്ന് മുങ്ങി എഴുന്നേറ്റ ആ മനുഷ്യൻ ലാ വല്ലാഹി യാ റബ്ബ് മാ മർറ ബി ബുഅ്സുൻ ഖത്ത് വലാ റഅയ്തു ശിദ്ദതൻ ഖത്ത് എന്ന് പറയുമെന്നാണ്. അല്ലാഹുവേ, ഒരു ക്ലേശവും എനിക്കുണ്ടായിട്ടില്ല, ഒരു പ്രയാസവും ഞാൻ കണ്ടിട്ടും ഇല്ല എന്ന് പറയുമെന്നാണ്. ഞാനിത് പറഞ്ഞത് ദുനിയാവെന്ത് ആഖിറമെന്ത്, ആഖിറത്തിൻ്റെ സ്വർഗത്തിൻ്റെ മഹത്വവും വലിപ്പവും എന്ത് എന്ന് മനസ്സിലാക്കാനാണ്. ദുനിയാവ് മൊത്തത്തിൽ ആഖിറവുമായി തട്ടിച്ചാൽ ഒന്നുമല്ല എന്നുള്ളതാണ്. എന്നിരിക്കെ ആ ആഖിറത്തിനെ വിറ്റ് ഈ ദുനിയാവിൽ വളരെ തുച്ഛമായ കൈക്കൂലി, കാണിക്ക, ഇതൊക്കെ കൊള്ളുക എന്ന് പറഞ്ഞാൽ അതത്ര അപകടകരമായ വിഷയമാണ്. ഇവിടെ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യം 159 വചനം ഇതേ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു പോയി ഒന്നാമത്തെ എപ്പിസോഡിൽ. പക്ഷെ അവിടെ വേദം അറിയിക്കുന്ന സത്യങ്ങളെ പൂഴ്ത്തുന്ന വിഷയമാണ് അവിടെയും പരാമൃഷ്ടം. സൂറത്തുൽ ബഖറയിൽ ഈ ഒരു വിഷയം ആവർത്തിക്കപ്പെടുമ്പോൾ അന്ന് വിശുദ്ധ മദീനയിൽ ഉണ്ടായിരുന്ന പണ്ഡിത പുരോഹിതന്മാർ എത്രമാത്രം ഈ പരിപാടികൾ ഒപ്പിച്ചിരുന്നു എന്നത് നമുക്ക് ആലോചിക്കാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയങ്ങൾ, വിശേഷണങ്ങൾ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വിധികൾ പ്രഖ്യാപിച്ചപ്പോൾ യഹൂദരുടെ വിഷയത്തിൽ തന്നെ മോഷ്ടാവിൻ്റെ കൈ ഛേദിക്കുക പോലുള്ളതായ വിഷയങ്ങളിൽ വേദത്തിൽ അവതീർണമായ വരികളെ അവർ മറച്ചു പിടിക്കുകയും അവരോട് വായിക്കാൻ പറഞ്ഞപ്പോൾ വായിക്കാതിരിക്കുകയും ചെയ്ത വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ വിഷയം ആവർത്തിക്കപ്പെടുന്നത്. 159 വചനത്തിലും നമ്മുടെ 174 വചനത്തിലും പൂഴ്ത്തിവെപ്പുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയമാണ് പരാമർഷ്ടമെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ 159
ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്. വേദത്തിൽ നാം ജനങ്ങൾക്ക് വ്യക്തമാക്കിയതിന് ശേഷം സന്മാർഗങ്ങളും സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളും നാം അവതരിപ്പിച്ചതിനെ മറച്ചു പിടിക്കുന്നവർ. അപ്പോൾ ഇവിടെ മറച്ചു പിടിക്കുന്ന വിഷയം മാത്രമാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നല്ലദീന യക്തുമൂൻ, അവർക്ക് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ, അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തും അതേപോലെ ലാനത്ത് പറയുന്നവരുടെ ലാനത്തും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മറച്ചു പിടിക്കുന്ന വിഷയമാണ് ഈ ആയത്തിൽ പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ ആയത്തിൽ യക്തുമൂൻ, അവർ തമസ്കരിക്കുകയും മറച്ചു പിടിക്കുകയും ചെയ്യുന്നു, അതൊരു കാര്യം. പിന്നെ വയഷ്തറൂന ബിഹി സമനൻ ഖലീല, അവർ ഈ നിഷിദ്ധവും നിസ്സാരവുമായ നശ്വരവും ഒന്നിനും തൂക്കം വെക്കാത്തതുമായ തുക അവർ വാങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറ്റകൃത്യം മറച്ചു പിടിക്കലുമുണ്ട്, പിന്നെ ഇത് വാങ്ങിക്കലുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ലാനത്ത് മാത്രമാണ് ശിക്ഷയായി പറഞ്ഞത്. ഇവിടെ ശിക്ഷയുടെ എണ്ണം, അതേപോലെ ശിക്ഷയുടെ വൈവിധ്യം, ശിക്ഷ പലതുണ്ട് എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അപ്പോൾ 159 വചനവും 174 വചനവും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ പ്രത്യേകം ഉണർത്തിയത്. ഇനി ഇതേപോലെ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു വിഷയം, സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചു പോയ മറ്റൊരു വചനമാണ് ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീല. ഇവിടെ ലിയശ്തറൂ ബിഹി സമനൻ ഖലീല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ലിയശ്തറൂ 174 വചനത്തിൽ വയശ്തറൂന ബിഹി സമനൻ ഖലീല എന്നാണ്. അപ്പോൾ ഈ പ്രയോഗത്തിലെ വ്യത്യാസം, അതിൻ്റെ ഉദ്ദേശം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ തങ്ങളുടെ കൈകൊണ്ട് അവർ വേദം എഴുതി ഉണ്ടാക്കുന്നു, തങ്ങളുടെ വക എഴുതി ഉണ്ടാക്കുന്നു, എന്നിട്ടത് അവർ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നു ഹാദാ മിൻ ഇൻദില്ലാഹ്. എന്തിനാണ് അവർ ഇത് ചെയ്തിരുന്നത്? ഇതവർ ചെയ്തിരുന്നത് ലിയശ്തറൂ ബിഹി സമനൻ ഖലീല, തുച്ഛമായ വില അതിന് പകരം കൊള്ളുന്നതിന് വേണ്ടി, വാങ്ങുന്നതിന് വേണ്ടി പുരോഹിതന്മാർ ഇപ്പണി ചെയ്തിരുന്നു എന്നുള്ളതാണ്. ദുനിയാവിന് വേണ്ടി, അതാണ് ലിയശ്തറൂ. എന്നാൽ നമ്മുടെ 174 വചനത്തിൽ വയശ്തറൂൻ എന്നാണ്, അവർ വാങ്ങുകയും ചെയ്യുന്നു. വാവുൽ അത്ഫാണ്. വയശ്തറൂൻ വാവുൽ അത്ഫാണ്. അപ്പോൾ അതെന്തുകൊണ്ട്? അവിടെ അവർ വേദം തങ്ങളെ കൈകൊണ്ട് എഴുതിയുണ്ടാക്കി അള്ളാഹുവിലേക്ക് അതിനെ ആരോപിച്ചത് ലിയശ്തറൂ ബിഹി സമനൻ ഖലീലൻ, ഈ തുച്ഛമായ ദുനിയാവ് കൊള്ളാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ അള്ളാഹു അവതരിപ്പിച്ചതിനെ കിതാബിൽ പൂഴ്ത്തുകയും മറച്ചു പിടിക്കുകയും ചെയ്തത് തുച്ഛമായ വിലക്ക് വേണ്ടി മാത്രമല്ല, വേദത്തിൽ അവതരിപ്പിച്ചതിനെ മറച്ചു പിടിക്കാൻ കാരണം വേറെയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലിയശ്തറു എന്ന് പറയാതെ വയശ്തറൂന ബിഹി സമനൻ ഖലീല എന്ന് പറഞ്ഞത്. സൂറത്തുൽ ബഖറയിലെ 90-ാം ആയത്ത് നമ്മൾ പഠിച്ചു പോയത് ഓർക്കുന്നുണ്ടാവും പഠിതാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്
ബിഇസ മശ്തറൗ ബിഹി അൻഫുസഹും അൻ യക്ഫുറൂ ബിമാ അൻസലല്ലാഹ് ബഗ്യൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ഫബാഉ ബിഗദബിൻ അലാ ഗദബ് വലിൽ കാഫിരീന അദാബും മുഹീൻ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല താൻ ഉദ്ദേശിക്കുന്ന ദാസന്മാർക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യം, അവിടെ ഉദ്ദേശം റിസാലത്തുൻ നുബുവത്തും അവതരിപ്പിച്ചു എന്ന ഈർഷ്യതയാൽ, ദേഷ്യത്താൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ അവിശ്വസിച്ചു എന്നാണ് പറയുന്നത്. ആ വിശ്വസിച്ചതിലൂടെ അവർ സ്വന്തം ആത്മാവിനെയാണ് വിൽക്കുകയും ഹനിക്കുകയും ചെയ്തത്. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെ അവിശ്വസിക്കാൻ കാരണം എന്താ? അവരുടെ ഈർഷ്യതയാണ്. അള്ളാഹു അവതരിപ്പിച്ചത് തങ്ങൾ ഇച്ഛിക്കും വിധമായില്ല, തങ്ങളുടെ ഗണത്തിൽ നിന്നും തങ്ങളുടെ കൂട്ടത്തിൽ നിന്നുമായില്ല, വംശം മാറിപ്പോയി, ഇസ്രായേലിൽ നിന്നല്ലാതെ ഇസ്മായില്യരിൽ നിന്നായിപ്പോയി എന്നതിനാൽ ഈറ നിമിത്തം, അസൂയ നിമിത്തം അവർ അള്ളാഹു അവതരിപ്പിച്ചതിനെ തമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മറച്ചു പിടിക്കാൻ കാരണം തുച്ഛമായത് കൊള്ളൽ മാത്രമല്ല, അവരുടെ ഈറ കാരണമാണ്. പിന്നെ അവരുടെ വംശീയതയും വർഗീയതയും, പിന്നെ അവരുടെ നേതൃമോഹം. കാരണം ഇസ്രായേല്യരിൽ നിന്നായിരുന്നു ആ നബിയുടെ നിയോഗമെങ്കിൽ അവർക്ക് പലതും അവർ ഓമനിച്ച് കൊണ്ട് നടന്നിരുന്നു, മോഹിച്ചിരുന്നു. ഇങ്ങനെ പല ഉദ്ദേശങ്ങളും അവർക്കുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഉലായിക്കമായ കുലു നഫി ബുത്തൂനിഹിം ഇല്ലന്നാർ എന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മൾ വിശദീകരിച്ചില്ലേ. അവർ കൈക്കൂലി കൊണ്ടിരുന്നു, കാണിക്ക സ്വീകരിച്ചിരുന്നു, പാരിതോഷികങ്ങൾ പലതും കൈപ്പറ്റിയിരുന്നു. എന്തിന്? ആഗതമാകാനിരിക്കുന്ന ഒരു പ്രവാചകൻ്റെ നിയോഗം പറഞ്ഞ്. പക്ഷേ ആ പ്രവാചകൻ വന്നപ്പോൾ അവർക്ക് അതുവരെ പ്രവാചകൻ്റെ പേരിൽ കൊണ്ടു, പിന്നെ ഈ പ്രവാചകനെ മറച്ചു പിടിക്കാനും പൂഴ്ത്താനും കൊള്ളേണ്ടി വന്നു. ഇങ്ങനെ പല ഭൗതിക ലാഭങ്ങൾ, ഇതൊക്കെ ഈ പൂഴ്ത്തിവെപ്പിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വയശ്തറൂന ബിഹി സമനൻ ഖലീല എന്നതിൽ പരിമിതമല്ല ഈ പൂഴ്ത്തിവെപ്പിൻ്റെ അവരുടെ ലക്ഷ്യം. പിന്നെയോ നമ്മൾ കേട്ടതുപോലെ പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ലിയഷ്തറൂ ബിഹി എന്ന് പറഞ്ഞു, ഇവിടെ വയഷ്തറൂൻ എന്ന് പറഞ്ഞു. അതിൻ്റെ പൊരുൾ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇനി നമുക്കിവിടെ മനസ്സിലാക്കുവാനുള്ളത് ചില ചരിത്രങ്ങളാണ്. അതെന്തിന്, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഗൗരവപ്പെട്ട ശിക്ഷകൾ ഇത്തരം ആളുകൾക്ക് ഒരുക്കി, ഇങ്ങനെ മുന്നറിയിപ്പ് നൽകി? വിശിഷ്യ വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടു, മദീനയിലെ ജൂതന്മാരുടെ വിഷയത്തിലാണ് ഈ ആയത്തിൻ്റെ അവതീർണത. പക്ഷേ ആ ജൂത പുരോഹിതരിൽ പരിമിതമല്ല. ഫഖ്റുർ റാസിയൊക്കെ പറഞ്ഞതുപോലെ ഏതൊരു മതവിഭാഗത്തിൻ്റെയും പുരോഹിതർ, പണ്ഡിതർ, അതേപോലെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കേണ്ട ആളുകൾ അവർ വ്യക്തമാക്കുന്നില്ല എങ്കിൽ അവരിലൊക്കെ ഈ ആയത്ത് ബാധകമാണ്. പക്ഷേ ജൂത പുരോഹിതർ പ്രത്യേകിച്ച് ഇവിടെ ഉദ്ദേശമാണ്. എത്ര ശക്തമായ ഭാഷയിലാണ് അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പ് അക്കൂട്ടർക്ക്. അതെന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് വേദത്തിൻ്റെ വാക്താക്കളോട് സ്വീകരിച്ച ഒരു കരാറുണ്ട്. വഇദ് അഖദല്ലാഹു മീസാഖല്ലദീന ഊതുൽ കിതാബ ലതുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു ഫനബദൂഹു വറാഅ ളുഹൂരിഹിം വഷ്തറൗ ബിഹി സമനൻ ഖലീല ഫബിഅസ മാ യഷ്തറൂൻ. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വേദം നൽകപ്പെട്ടവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച കരാർ ഓർക്കണം. എന്താണ് കരാർ? ലതുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു. നിങ്ങളിത് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുക തന്നെ വേണം. നിങ്ങളത് മറച്ചു പിടിക്കരുത്, പൂഴ്ത്തരുത്. പക്ഷേ വേദത്തിൻ്റെ ആളുകൾ എന്താണ് ചെയ്തത്? ഫനബദൂഹു വറാഅ ളുഹൂരിഹിം. അള്ളാഹുവിനോട് ചെയ്ത കരാർ അവരവരുടെ മുതുകിന് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ്. ആ കരാറിനെ അവർ കാറ്റിൽ പറത്തി, അതിനൊരു വിലയും കൽപ്പിക്കാതെ അവരത് എറിഞ്ഞു. വഷ്തറൗ ബിഹി സമനൻ ഖലീല. നമ്മളിവിടെ പറഞ്ഞതുപോലെ തുച്ഛമായ തുകയാണ് അള്ളാഹുവിൻ്റെ കരാർ വിഗണിക്കുമ്പോൾ, എറിയുമ്പോൾ അതിന് പകരം അവർ കൊണ്ടത്.
ഫബിഇസ മാ യശ്തറൂൻ, അതുകൊണ്ട് തന്നെ അവർ കൊണ്ടത് എത്ര മോശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവർക്ക് ഇത്തരം ശിക്ഷകൾ പറഞ്ഞു? അതിൻ്റെ കാരണം ഈ ആയത്ത് നമുക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നു. ലതുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു, നിങ്ങൾ വേദം ആളുകൾക്ക് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കണം, നിങ്ങളത് മൂടി വെക്കരുതേ എന്നതിൽ കരാറുണ്ട്. എന്നിട്ടും ആ കരാറിനെ കാറ്റിൽ പറത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയങ്ങൾ, വിശേഷണങ്ങൾ, അതേപോലെ മതവിധികൾ പലതും അവർ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ല, അവർ അത് മൂടുകയാണുണ്ടായത്. അതിൻ്റെ ഉദാഹരണങ്ങൾ പലത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിൽ ചില ചരിത്രങ്ങൾ, ഒപ്പം ഇതിനെ തുടർന്നുള്ള 175-ാം വചനത്തിൻ്റെ തഫ്സീർ അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.